വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോട് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. ആ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ പിതാവിനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതി സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, വചനപ്പ് തിരുനാളിൻ്റെ 6-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നാം ക്രിസ്മസിനോട് വളരെ അടുക്കുകയാണ്. അടുത്തൊരാഴ്ച നമ്മൾ യൗസേപ്പിനുണ്ടായ ദർശനം കാണും. പിന്നീട് നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളാണ്. ഇന്ന് കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാന്റെ ജനനമാണ് നമ്മുടെ ചിന്താവിഷയം. വാർദ്ധക്യത്തിലായിരുന്ന എലിസബത്ത് ഗർഭിണിയായിരുന്നു. അവളൊരു പുത്രനെ പ്രസവിച്ചു. അവളും അവളുടെ കുടുംബാംഗങ്ങളും ചുറ്റുപാടുള്ള എല്ലാവർക്കും അതിന് ആനന്ദത്തിന് കാരണമായി. അവൻ്റെ ബന്ധുക്കളും അവളോട് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരു സന്തോഷത്തിന് കാരണമായി. 2 കാരണം. ഒന്ന്, ഒരു ശിശു ജനിച്ചു എന്നുള്ളതാണ് കാരണം. ലോകത്തിൽ എവിടെ ഒരു ശിശു ജനിച്ചാലും അതൊരു സന്തോഷത്തിന് കാരണമാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ഒരു കുടുംബത്തിന്, നവദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ കൃപ, ഏറ്റവും വലിയ ദൈവസമ്പാദനം ഒരു ശിശുവാണ്, കുഞ്ഞാണ്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. തങ്ങളുടെ തലമുറകൾ തുടർന്നു കൊണ്ടുപോകുവാൻ ഒരു കുഞ്ഞുണ്ടാകുക. എന്നാൽ ഇവിടെ ആ സന്തോഷം ഇരട്ടിക്കുകയാണ്. കാരണം വാർദ്ധക്യത്തിലായിരുന്ന, വന്ധ്യയായിരുന്ന എലിസബത്താണ് പ്രസവിച്ചൊരു കുഞ്ഞിനെ കെട്ടിയിരിക്കുന്നത്. അവൾക്ക് സന്തോഷമായി, അവിടെ കുടുംബക്കാർക്ക് സന്തോഷമായി, ചാർച്ചക്കാർക്ക് സന്തോഷമായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊരു അനുഗ്രഹമായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊരു ഭാഗ്യമായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എപ്പോഴും അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് കാണിക്കും, വാശി കാണിക്കും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഭാഗ്യമാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിന് പേരിടുന്ന അവസ്ഥ വന്നു. അവിടുത്തെ നിയമം അനുസരിച്ച് അപ്പൻ്റെ പേരാണ്, സക്കറിയ എന്നാണ് കുഞ്ഞിന് പേര് കൊടുക്കേണ്ടത്. പക്ഷെ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, അവനെ യോഹന്നാൻ എന്ന് വിളിക്കണം. അന്നും അമ്മയത് പറയാൻ കാരണം, സക്കറിയായിക്കുണ്ടായ ദർശനത്തിൽ സക്കറിയായോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവനെ യോഹന്നാൻ എന്ന് വിളിക്കണം. അവന്റെ അപ്പനോട് എഴുതി ചോദിച്ചു, അവൻ എന്ത് പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, കുഞ്ഞിന് എന്ത് പേര് കൊടുക്കണം. സക്കറിയായും ഒരു സ്ലേറ്റ് എഴുതി വാങ്ങിച്ച്, എഴുത്തുപലക വാങ്ങിച്ച് എഴുതി കാണിച്ചു, യോഹന്നാൻ എന്ന് അവന് വിളിക്കപ്പെടണം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന്റെ മുൻപിൽ ഈ ലോകത്തെ മുഴുവൻ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, അവർക്ക് പേര് കൊടുക്കാൻ പറഞ്ഞു. മനുഷ്യൻ അവരെ വിളിച്ച പേരാണ് അവർക്ക് എല്ലാവർക്കും പേരായത്. ഈ പേരിന് വളരെ വ്യക്തമായ ഒരു അർത്ഥമുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പലരുടെയും പേരുകൾ മാറ്റുന്നതായി കാണാം. ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രാം എന്ന മനുഷ്യനെ കാണുന്നുണ്ട്. അവിടെ ഒരു അബ്രാം എന്നാണ്. ദൈവനോട് പറഞ്ഞു, ഇനി മുതൽ നീ ജനതകളുടെ പിതാവാണ്, അതുകൊണ്ട് നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടും. വെള്ളത്തിൽ നിന്നും മോശയെ കിട്ടിയത് കൊണ്ട്
ഫറവോയുടെ മകള് പറഞ്ഞു, ഇവളെ വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇവനെ മോശ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും പേര് കൊടുക്കുമ്പോൾ അതിന്റെ പിറകിൽ ഒരു അർത്ഥമുണ്ട്. പഴയ നിയമത്തിലെ പല പേരുകൾക്കും അങ്ങനെ അർത്ഥം വെച്ചാണ് അവർക്ക് പേര് കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ യോഹന്നാന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ വലിയ ദാനമാണവൻ, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലിയ ദാനം. കാരണം അസാധ്യമായൊരു കാര്യം നടന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ പേര് കൊടുക്കും. ഡിക്ഷണറി എല്ലാം പരതി നമ്മൾ പുതിയ 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 പേരുകൾ കണ്ടുപിടിക്കും. എന്നാൽ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ പാരമ്പര്യം. നമ്മുടെ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ പേരുകൾ കൊടുക്കുവാനും, അബ്രഹാം എന്നോ ഇസ്ഹാക്ക് എന്നോ യാക്കോബ് എന്നോ ജോസഫ് എന്നോ തോമസ് എന്നോ മത്തായി എന്നോ ജോർജ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പേര് കൊടുക്കുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു. അതിന് കാരണം ഒരു പേരിന്റെ ഉടമ അവൻ ആ പേരുകാരനെ പോലെ ആകണം. ഒരു വിശുദ്ധന്റെ നാമം സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധനെ പോലെ ഈ കുഞ്ഞായിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പേര് കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. അവന് നോക്കി നടക്കാൻ ഒരു മോഡലുണ്ട്. അവൻ അനുകരിക്കുവാന് വളരെ വ്യക്തമായ ഒരു രൂപം അവന്റെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പേര് കൊടുക്കുന്നത്. ഓരോ വിശുദ്ധനും നമ്മുടെ പേരുകാരാകുമ്പോൾ സ്വർഗീയ മധ്യസ്ഥരായിട്ട് അവർ മാറുകയാണ്. അവർക്ക് നമ്മുടെ മുന്നോടിയാണ്. നമുക്ക് അവരെ പോലെ യേശുവിനെ അനുകരിക്കുവാൻ കഴിവുള്ളവരായി തീരണം. അങ്ങനെ ഈ മകന് ഒരു യോഹന്നാൻ എന്ന് പേര് കൊടുത്തു. കാരണം അവൻ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയാണ്. ഏലിയാ ദീർഘദർശിയുടെ ആത്മാവോടുകൂടി വരുന്നവനാണ്. കർത്താവിന് വഴിയൊരുക്കുവാനുള്ളവനാണ്. അവന് വേറെ ജോലിയൊന്നുമില്ല. വരാനിരിക്കുന്നവന് വഴിയൊരുക്കുവാനുള്ളവനാണ് യോഹന്നാൻ. അത്രമാത്രം പ്രാധാന്യമുള്ളവനാണ്. യോഹന്നാൻ പറയും, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പുകളുടെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നാൽ ഈ സുവിശേഷത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നൊരു സത്യമുണ്ട്. പേരെഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ സക്കറിയയുടെ വായ് തുറന്നു. സക്കറിയ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം അത്ഭുതപരന്തരായി. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ശിശു ആരായിത്തീരും? ഈ ശിശു ആരായിത്തീരും? നമുക്കറിയാം, നമ്മൊരു തേങ്ങ കൊണ്ട് നട്ടാൽ ഒരു കൊച്ചു തെങ്ങ് ഉണ്ടായി വരും. ആ തെങ്ങിൽ നിന്നൊരു തേങ്ങായെ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു മാങ്ങണ്ടി കൊണ്ട് നട്ടാൽ ഒരു മാവുണ്ടായി വരും. അവിടെ നമുക്ക് മാങ്ങ പറിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചാൽ ഈ കുഞ്ഞാരായിത്തീരുമെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. ആടിന്റെ കുട്ടി ആട്ടിൻകുട്ടിയായിരിക്കും, പശുവിന്റെ കുട്ടി പശുക്കുട്ടിയായിരിക്കും, സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടിയായിരിക്കും. അതിന്റെ ജീവിത ദൗത്യം തീർന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ, അവനെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഈസ് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് എന്നാണ്. സാധ്യതകളുടെ ഒരു ഭണ്ഡാകാരമാണ്. അവന് പ്രപഞ്ചം പോലെ സാധ്യതകളുണ്ട്. അവൻ എന്തുമായി തീരാം, ആരുമായി തീരാം. കേരളത്തിന്റെ ഒരു കൊച്ചു മൂലയിൽ, ഒരു കൊച്ചു ഗ്രാമത്തിൽ, ഒരു കൊച്ചു കുടിൽ ജനിച്ച KR നാരായണന് ഇന്ത്യയുടെ പ്രഥമ പൗരനായി തീരുവാൻ, പ്രസിഡന്റായി തീരുവാൻ സാധിച്ചാൽ ഈ ഇന്ത്യ മഹാസമുദ്രത്തിൽ ജീവിക്കുന്ന ആർക്കും എന്തുമായി തീരാം. ഇന്ത്യൻ പ്രസിഡന്റ് ആകാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാം, IAS കാരനാകാം, IPS കാരനാകാം, IFS കാരനാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ലോയർ ആകാം, ടീച്ചർ ആകാം, ബാങ്ക് ഉദ്യോഗസ്ഥനാകാം, വൈദികനാകാം, സിസ്റ്ററാകാം. എന്തൊരു സാധ്യതകളുണ്ട്. അവനാരായിത്തീരും? ഓരോ ശിശുവിനെയും കയ്യിലെടുത്ത് അവന്റെ അമ്മ ചോദിക്കണം, ഇവൻ ആരായിത്തീരും? ഇവൻ ആരായിത്തീരണമെന്ന് നമ്മൾ ചിന്തിക്കണം. അവനെ ഇതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. ചൊട്ടയിലെ ശീലം ചുടല വരെ ശിശുക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയെടുക്കണം.
അങ്ങനെ വരുമ്പോൾ അവന്റെ ഭാവി ഭാസുരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അവന് വേറൊരു സാധ്യത കൂടിയുണ്ട്. ഈ മനുഷ്യന് മാത്രമുള്ളൊരു സാധ്യതയാണ്. അവന് നല്ലവനായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ അവനൊരു ദുഷ്ടനാകുവാൻ സാധിക്കും, ഒരു കള്ളനാകുവാൻ സാധിക്കും, ഒരു കൊള്ളക്കാരനാകാൻ സാധിക്കും, ഒരു കവർച്ചക്കാരനാകാൻ, ഒരു ആഭാസനായി തീരാൻ സാധിക്കും, സമൂഹത്തിന് ഒരു ദ്രോഹിയായി തീരുവാൻ, രാജ്യത്തിന് ഒരു ശത്രുവായി തീരുവാൻ സാധിക്കും. അതാണ് മനുഷ്യന്റെ വലിയ പ്രത്യേകതയാണ്. മനുഷ്യന് ഏത് ലെവലിൽ ഉയരുവാനും സാധിക്കും, ഏത് ലെവലിൽ താഴുവാനും സാധിക്കും. നന്മയുടെ ഒരു ഭണ്ഡാരമായി തീരാൻ സാധിക്കും, തിന്മയുടെ ഒരു ഭണ്ഡാരമായി തീരാൻ സാധിക്കും. ഇത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഒന്നിനും സാധിക്കാത്തൊരു കാര്യമാണ്. മൃഗത്തിന്റെ തൊഴിൽ കാണിക്കും. മനുഷ്യനെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല ഡെഫിനിഷൻ, മാൻ ഈസ് എ റാഷണൽ ആനിമൽ, തിങ്കിങ് ആനിമൽ. അവനൊരു ആനിമലാണ്. പക്ഷേ അവനെ ചിന്താശക്തിയുള്ളവനാക്കി തീർക്കുവാൻ, ബോധോദയമുള്ളവനാക്കി തീർക്കുവാൻ സാധിക്കും, നന്മയുടെ ഉറവിടമാക്കി തീർക്കുവാൻ സാധിക്കും, ദൈവഭയമുള്ളവനാക്കി തീർക്കുവാൻ സാധിക്കും. അതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ഇവൻ ആരായിത്തീരും? മാതാപിതാക്കൾക്ക് ഇവനെ ആര് വേണമെങ്കിലും ആക്കി തീർക്കുവാൻ സാധിക്കും. ഒരു ചെറുപയർ നട്ടു നോക്ക്. പയർ വള്ളി വീശുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കമ്പിൽ ചുറ്റിവിടാൻ സാധിക്കും. ഇതുപോലെ ആ മനുഷ്യ കുഞ്ഞുങ്ങളെ അവന്റെ കൊച്ചു പ്രായത്തിൽ അവനെ നമുക്ക് നന്നായി ഒരുക്കിയെടുക്കാൻ സാധിക്കും. ദൈവാശ്രയ ബോധത്തിൽ, ദൈവഭയത്തിൽ അവനെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ, അതാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്, കർത്താവിന്റെ കരം അവനോട് കൂടി ഉണ്ടായിരുന്നു. ഏത് കുഞ്ഞും ആരായിത്തീരും? അതിന് ഉത്തരം അവന്റെ കൂടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ ദൈവ പൈതലായിത്തീരും. അവന്റെ കൂടെ ദൈവം ഇല്ലെങ്കിൽ അവൻ സാത്താന്റെ പൈതലായിത്തീരും, ലോകത്തിന്റെ പൈതലായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ ജനനം നമ്മുടെ കർത്താവിന്റെ ജനനത്തിന് മുന്നോടിയായ വലിയ സംഭവമാണ്. യോഹന്നാനെ പോലെ യേശുവിന് സാക്ഷികളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതിന് നമുക്ക് ഏറ്റവും ആവശ്യം, നാം ദൈവ പൈതലായി വളരണം. ദൈവത്തെ അറിയുന്നവനായി, ദൈവത്തെ സ്നേഹിക്കുന്നവനായി, ദൈവത്തെ വിശ്വസിക്കുന്നവനായി, ദൈവത്തെ ആരാധിക്കുന്നവനായി, ദൈവ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നവനായി തീരുവാൻ സാധിക്കണം. അതിന് ദൈവകരം നമ്മോട് ഉണ്ടായിരിക്കണം. പഴയ നിയമത്തിലെ യൗസേപ്പിനെ നമുക്കറിയാം. യൗസേപ്പിന്റെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരവനെ വെറുക്കും, തല്ലിച്ചതയ്ക്കും, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയും, അവിടെ നിന്നും പൊക്കിയെടുത്ത് മിദ്യാൻകാർക്ക് വിൽക്കും. മിദ്യാൻകാർ അവനെ ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കും. പൊത്തിഫർ അവനെ വാങ്ങിക്കും. പൊത്തിഫറിന്റെ വീട്ടിൽ അടിമവേല ചെയ്യും. ചെയ്യാത്ത പാപത്തിന് അവൻ ശിക്ഷിക്കപ്പെടും. 13 വർഷക്കാലം ജയിലിൽ കിടക്കും. അവസാനം അവൻ രാജകൊട്ടാരത്തിലെത്തും. അവിടെയെല്ലാം വചനം പറഞ്ഞൊരു വാക്കുണ്ട്, അവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവന്റെ എല്ലാ അവസ്ഥകളിലും ദൈവം അവനെ താങ്ങി നിർത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏതവസ്ഥകളിലും, ദുഃഖങ്ങളിലെ, ദുരിതങ്ങളിലെ, വേദനകളൊക്കെയും തമ്പുരാന്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം സുഗമമായി സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തമ്പുരാന്റെ കൂടെയുള്ളൊരു വാസമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമായിരുന്നു ലക്ഷ്യം. ക്രിസ്തുവിന് സാക്ഷിയായി തീരുക, ക്രിസ്തുവിന് മുന്നോടിയായി തീരുക, ക്രിസ്തുവിന് വഴിയൊരുക്കുക. അത് മാത്രമായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ, നല്ല ചിന്തകൾ, നമ്മുടെ ജീവിതം, നല്ല ക്രിസ്തീയ ജീവിതം അനേകർക്ക് മാതൃകയാകട്ടെ, പ്രചോദനമാകട്ടെ, പ്രോത്സാഹനമാകട്ടെ. യേശുവിനെ അറിയാനും, യേശുവിനെ സ്നേഹിക്കുവാനും, യേശുവിൽ ജീവിക്കുവാനുമുള്ള യേശുവിന്റെ നല്ലൊരു സാക്ഷിയായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും തന്ന ദൈവവും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും, അമ്മയെ പരിശുദ്ധ മാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.